ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ടെസിൻ സിസ്റ്ററെയും IMSMI സഭാ സമൂഹത്തിലെ എല്ലാ ശുശ്രൂഷകരെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവ് കഴിഞ്ഞ മാസങ്ങളിൽ ഈ നൈറ്റ് വീൽ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ചെയ്ത മഹനീയമായ പ്രവൃത്തികളെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമ്മൾ ലോകസമക്ഷം അവതരിപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. അതോടൊപ്പം നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടിയും ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവിടെ ഈ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരിൽ കുതിർന്ന അനേക നിയോഗങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ ഇവിടെയുണ്ട്. കർത്താവ് ആ മേഖലയിൽ ഇടപെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരം ആ നിയോഗത്തിൻ്റെ മേൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് ഞങ്ങളുടെ ഈ അപേക്ഷകൾ ഉപേക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എത്രയും ദയുള്ള മാതാവേ എന്ന ജപം നമ്മൾ ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെ നീ ഉപേക്ഷിതമായി കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് നിന്റെ തൃപാദത്വങ്ങൾ ഞങ്ങൾ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപികളായ ഞങ്ങൾ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ കേട്ടരുളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. തുടർന്ന് നടക്കുന്ന സാക്ഷ്യ ശുശ്രൂഷയിൽ ഷാലോമിന്റെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ഡൊമിനിക് സാവിയോ നേതൃത്വം കൊടുക്കുന്നതാണ്. നമുക്ക് ആ സഹോദരനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഇടത്തും വലത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്തൊക്കെ നോക്കി ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വീണ്ടും നമ്മൾ കർത്താവിൻ്റെ കൃപയുടെ താഴ്മയോടെ നിന്ന് ദൈവവചനം ശ്രവിക്കുകയായിരുന്നു. ഈ സമയങ്ങളിൽ ധാരാളം സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ ശാലോമിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ ഈ നാളുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏതാനും ചില കത്തുകൾ വായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് സൗഖ്യവും അനുഗ്രഹവും എല്ലാം പ്രാപിക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. ആ ബോധ്യത്തോടെ, വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ദാഹത്തോടെയും നമ്മൾ ഈ കത്തുകൾ വായിക്കുന്നതിന് മുന്നോടിയായി ചിലരുടെ എല്ലാം മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്. ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടോ? ഇന്നും ജീവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി ദൈവം നൽകിയ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കർത്താവ് കഴിഞ്ഞ നാളുകൾ ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയേണ്ടതായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചനം, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപ സ്വീകരിച്ചിരിക്കുകയാണ്. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്കാണ് യേശു ക്രിസ്തുവിടെ ലഭിച്ച കൃപ സ്വന്തമാക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. ഈ സമാധാനം സ്വീകരിക്കുവാൻ വേണ്ടി ദൈവം കഴിഞ്ഞ നാളുകളിൽ ശാലോമിന്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് സാധിക്കുന്നവർക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ ഈരടികൾ പാടിക്കൊണ്ട് നമുക്ക് കർത്താവിന്റെ കൃപയെ നമുക്ക് വാഴ്ത്താം. ആപത്തിൽ താങ്ങിയ, സൗഖ്യം നൽകിയ, ശത്രുവെ തകർത്ത, സാത്താനെ തോൽപ്പിച്ച ദൈവത്തിന്റെ കൃപയെ പാട്ടുപാടിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ അടിച്ചു വാ, കരങ്ങൾ അടിച്ചു വാ. ദൈവ കൃപയേ
പോരാട്ടങ്ങള് യേശുനാമത്തിൽ വിട്ടുപോട്ടെ. കൃപയുടെ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ സമൂഹത്തെ വിട്ടുപോട്ടെ. അന്ധകാര ദുർക്രീഡകള് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ നൈറ്റ് വിജയിലൂടെ ദൈവം നൽകിയ സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങളിൽ ചിലതാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ആദ്യത്തെ കഥ റാന്നിയിൽ നിന്നും മറിയാമ്മ തോമസ് എഴുതുന്ന ഒരു സാക്ഷ്യമാണ്. മാരക രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു എന്ന് വിചാരിച്ച ആ സമയങ്ങളിൽ പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരി ജോമോൾ കൊറോണോസ് വൈറസ് എന്ന മാരക രോഗം ബാധിച്ച് റിയാദിൽ ചികിത്സയിലായിരുന്നു. ഈ രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പകരുന്ന ഒരു രോഗമാണ്. ഈ രോഗം ബാധിച്ച് ജോമോളുടെ കൂടെ ജോലി ചെയ്യുന്ന 2 നേഴ്സുമാർ മരിക്കാൻ ഇടയായി. ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ രക്തം പരിശോധിച്ചപ്പോഴാണ് എൻ്റെ കൂട്ടുകാരിക്കും ഈ രോഗം ബാധിച്ചതെന്ന് മനസ്സിലായത്. പല പ്രാവശ്യം രക്തം പരിശോധിച്ചു. രോഗം ബാധിച്ചതായി പരിശോധനയിൽ വ്യക്തമായി തെളിഞ്ഞു. എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഷാലോൺ ടെലിവിഷനിലെ നൈറ്റ് വിജലിൽ സമർപ്പിച്ച് ഒത്തിരി പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം തരികയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും നേർച്ച നേരുകയും ചെയ്തു. അന്ന് തന്നെ എൻ്റെ കൂട്ടുകാരിക്ക് പൂർണ്ണ സൗഖ്യം ഈശോ തന്നനുഗ്രഹിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രക്തം മാറി മാറി പരിശോധിച്ചിട്ടും
വ്യക്തമായി കൊറോണ വൈറസ് രോഗം പിടിച്ചു എന്ന് വൈദ്യശാസ്ത്രം മരണകരമാണ് എന്ന് കണ്ടുപിടിച്ച മാറാരോഗം. ഈ മാറാരോഗത്തിൻ്റെ മേലാണ് ഒരു സഹോദരിയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ അത്ഭുത രോഗശാന്തി കർത്താവ് ചൊരിഞ്ഞത്. കരങ്ങളടിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്നേഹമുള്ളവരെ, കർത്താവിനെ സന്തോഷത്തോടെ കരങ്ങളടിച്ച് കൃപ നിറയാൻ വേണ്ടി ഇതുപോലെ മാറാ രോഗത്തിന് അടിമപ്പെട്ട് ലോകത്തിന്റെ വിവിധ സമർപ്പിച്ച് പാടാം. ഞാൻ ബലഹീനനാകാത്തതും ഞാൻ അനുഗ്രഹം പ്രാപിച്ചതും അടുത്ത കത്ത് ലിസി എന്ന സഹോദരി അടക്കരയിൽ നിന്നും എഴുതിയിരിക്കുകയാണ്. ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ മകൾക്ക് ദൈവം ചെയ്ത നന്മകൾക്ക് വേണ്ടിയാണ്, നന്ദി പറയാൻ വേണ്ടിയാണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചില്ല. അവളും ഭർത്താവും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കുഞ്ഞിന് വേണ്ടി 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റ് നിർത്തി ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും പരിപൂർണമായും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്തു. നൈറ്റ് വിജിലിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനാ നേരത്ത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യേശു അവൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ മകൾ ഗർഭിണിയാവുകയും 2013 ജൂലൈ 1 ദൈവം അവൾക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവകൃപയുടെ ഒരു സമൃദ്ധിയാണ് ഈ നൈറ്റ് വിജി ശുശ്രൂഷയുടെ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വചനം ഇപ്രകാരം പറയാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മൾ ഓർക്കണം, ട്രീറ്റ്മെന്റ് നിർത്തി പരിപൂർണമായും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ ദാനമാണ് കുഞ്ഞുങ്ങളെന്ന ബോധ്യത്തോടെ ആ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിന്റെ കലവറ തുറന്നുകൊണ്ട് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലാണ് പ്രിയപ്പെട്ടവരെ നാം ഈ സമയങ്ങളിൽ വായിച്ചു കേട്ടത്. ആ കൃപയെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കാം. നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങൾ അടിച്ച് പാടാം. കൃപയെ സന്തോഷത്തോടെ പാടിയേ. കൃപയേ, കൃപയേ, ദൈവ കൃപയേ, 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 ദൈവ കൃപയേ, 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 ദൈവ കൃപയേ, 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 ദൈവ കൃപയേ. അടുത്ത കത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സെലീനാമ എന്ന സഹോദരിയുടെ സാക്ഷ്യമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഷാലോം നൈറ്റ് വിജിൽ അംഗങ്ങൾ അറിയുവാൻ, ഞങ്ങൾ 12 വർഷമായിട്ട് വാടക ഭവനത്തിൽ താമസിക്കുകയാണ്. സ്വന്തമായി സ്ഥലവും വീടും ഇല്ല. 8 വർഷമായിട്ട് എല്ലാ നൈറ്റ് വിജിലിലും മുഴുവൻ സമയം പ്രാർത്ഥനയിൽ പങ്കുചേരാറുണ്ട്. ഞങ്ങൾ 10 സെന്റ് സ്ഥലവും വീടും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പല സ്ഥലവും വീടും കാണുകയും ചെയ്തു. ഒന്നും തരപ്പെട്ടില്ല. അങ്ങനെ ആകെ വിഷമിച്ചു. 2014 ഒക്ടോബർ മാസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോടൊരു നേർച്ച നേർന്നു. 2014 നവംബർ മാസത്തിലെ നൈറ്റ് വിജിലിന് മുമ്പ് വീട് വാങ്ങുവാൻ കഴിഞ്ഞാൽ ആ മാസം തന്നെ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. ആ മാസം തന്നെ 10 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വാങ്ങുവാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഭവനമില്ലാത്തവന് അതിന്റെ വേദന അറിയാം. നസറായനായ യേശുവിന് കാലിത്തൊഴുത്തിൽ പിറന്നു വീണവന് ഭവനമില്ലാത്തവന്റെ വേദന അറിയാം. അവൻ
നോർത്ത് നോക്കിക്കേ, 8 വർഷമായിട്ടും എല്ലാ നൈറ്റ് വിജിലും പ്രാർത്ഥിച്ചിട്ടും ഈ പ്രിയപ്പെട്ടവർ നിരാശരായില്ല. അവർ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അബ്രാഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്നു കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഈ രാത്രിയിൽ തത്തുല്യമായ വേദനകൾ അനുഭവിക്കുന്ന നിങ്ങൾ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ ഒരു കരം എന്റെ ജീവിതത്തിന് മേൽ ഇടപെടുന്നത് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപയെ ഓർത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറയട്ടെ. ഭവനമില്ലാത്ത, സ്വന്തമായി വീടില്ലാത്ത അനേകരിത ഈ സമയങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമെന്ന് പറഞ്ഞവൻ അവന്റെ കൃപയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. കർത്താവെ, എന്റെ ബലത്താലല്ല, നിന്റെ കൃപയാലാണ് എല്ലാം സാധിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വം ശക്തമായി കരങ്ങളടിച്ച്. എന്റെ ബലത്താലല്ല, എന്റെ കഴിവിനാലല്ല, എന്റെ സർവവും അല്ല, എന്റെ നീതിയാലല്ല, കൃപയേ, കൃപയേ, ദൈവകൃപയേ, കൃപയേ, 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 ദൈവകൃപയേ. തിരുവനന്തപുരത്തുനിന്നും ശാന്തമ്മ എന്ന സഹോദരി അമേരിക്കയിലുള്ള തൻ്റെ മകൻ്റെ ഒരു പ്രതിസന്ധിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിച്ച ഒരു അനുഭവസാക്ഷ്യമാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ഷാലോൺ TV-യിലെ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിച്ച് ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ മകന് ജോലി കിട്ടിയ സാക്ഷ്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ മകൻ നാട്ടിലൊരു നല്ല കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ MS പഠിക്കുവാൻ വേണ്ടി അമേരിക്കയിൽ പോയി. കമ്പനി അതിന് ലീവ് കൊടുത്തിരുന്നു. MS കഴിഞ്ഞപ്പോൾ തിരികെ നാട്ടിൽ വന്ന ജോലി ചെയ്യാൻ കമ്പനി ആവശ്യപ്പെട്ടു. അവിടെ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മകൻ ആ നാട്ടിലുള്ള ജോലി രാജിവെച്ചു. പക്ഷേ കഴിഞ്ഞ 1 വർഷമായി ജോലി കിട്ടാതെ വളരെ വിഷമിച്ചു. ഞങ്ങളെല്ലാവരും നിരാശയിലായി. തിരികെ നാട്ടിൽ വന്നാലോ എന്ന് ആലോചിച്ചു. വിസയുടെ കാലാവധിയും കഴിയാറായി. കഴിഞ്ഞ നൈറ്റ് വിജിൽ ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നുപോയ ഒരമ്മയുടെ കത്ത് വായിച്ചത് ഞാൻ കേട്ടു. ജോലി കിട്ടിയാൽ നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോലി കിട്ടിയ സാക്ഷ്യമാണ് അവർ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ഞാനും അതേപോലെ പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിന് ഇതുപോലെ ജോലി കിട്ടിയാൽ ഞാനും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന്. രാത്രി 1 മണി ആയപ്പോൾ ഞാൻ ഉറങ്ങാൻ പോയി. അടുത്ത ദിവസം രാവിലെ 5:30 മണിക്ക് ഫോൺ ബെൽ കേട്ടാണ് ഞാൻ ഉണർന്നത്. മോൻ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറയുകയാണ് അവന് ജോലി കിട്ടിയെന്ന്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത്, അതായത് അവിടെ അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി കാണും, അവന് അപ്പോയിൻമെന്റ് ഓർഡറിന്റെ മെയിൽ കിട്ടി. ഞാൻ വാസ്തവത്തിൽ കരഞ്ഞുപോയി. ഇപ്പോഴിത് എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയാണ്. ദൈവം എത്രയോ നല്ലവൻ, എത്ര കാരുണ്യവാൻ. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് അനുഗ്രഹം വർഷിച്ച് ഈശോയ്ക്ക് സ്തുതിയും ആരാധനയും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 58:9. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിച്ചാൽ ഇതാ ഞാൻ എന്ന നിനക്ക് ഞാൻ മറുപടി നൽകും. പ്രാർത്ഥിച്ച് തീരുന്നതിന് ഒപ്പം തന്നെ കർത്താവ് അനുഗ്രഹം നൽകിയ ഒരു അത്ഭുതകരമായ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അവിടെയുമില്ല ഇവിടെയുമില്ല, ജോലി രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥ, വിസ തീരാറായ അവസ്ഥ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ, മകനാണെങ്കിൽ വിദേശത്ത്, കുടുംബത്തിലായിരിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് ആ കുഞ്ഞിന്റെ അവസ്ഥ മനസ്സിലാക്കി, നിരാശ മനസ്സിലാക്കി, ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഇതാ ഞാനെന്ന് ഉത്തരം നൽകിയ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ ആ കൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്തുതിക്കുക. നമ്മുടെ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഈ രാത്രി ഇതുപോലെ തന്നെ വേദന അനുഭവിക്കുന്ന, ജോലി സംബന്ധമായി വേദന അനുഭവിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാ കടകളിൽ കഴിയുന്നവർ പ്രാർത്ഥിക്കട്ടെ. അത്ഭുതകരമായി ദൈവത്തിന്റെ ഇടപെടൽ ഈ രാത്രി ഉണ്ടാകാൻ വേണ്ടി, കൃപയ്ക്ക് വേണ്ടി അറിയാണ്ട് കൃപയൊഴിവട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വീണ്ടും കരങ്ങൾ അടിച്ച് പാടാം. കൃപയെ ശക്തമായി.
നന്ദി പറയാം. അടുത്ത കത്ത് തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരി എഴുതുന്നതാണ്. സഹോദരി പേര്, എൻ്റെ പേര് മേരി ജോസഫ്. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഞാൻ ഒരു കത്ത് 6 മാസങ്ങൾക്ക് മുമ്പ് നൈറ്റ് വിജിൽ പ്രാർത്ഥന യാചിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ആശ്വാസ വചനങ്ങൾ അടങ്ങുന്ന മറുപടി എനിക്ക് കിട്ടിയിരുന്നു. വിശ്വാസത്തോടെ നൈറ്റ് വിജിലിൽ ഞാനും പ്രാർത്ഥിച്ചു. എൻ്റെ മകളും ഭർത്താവും വിവാഹബന്ധം വേർപെടുത്താൻ 6 മാസം മുൻപ് കോടതിയിൽ ഒപ്പിട്ട് കൊടുത്തതാണ്. വിവാഹബന്ധം വേർപെടുത്താൻ വക്കോളം എത്തി നിൽക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അന്ന് നൈറ്റ് വിജിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ, ആരാധനയുടെ സമയത്താണ്, അന്ന് ഇതുപോലെ ഒരു ആരാധന നടക്കുന്ന സമയങ്ങളിൽ, ആരാധന സമയങ്ങളിൽ വിവാഹബന്ധം വേർപെടുത്താൻ വക്കോളം എത്തി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അന്ന് നൈറ്റ് വിജിലിൽ പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, അത് എൻ്റെ മകൾക്ക് വേണ്ടി കൂടി ആയിരിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനും പ്രാർത്ഥിച്ചു. കാരുണ്യവാനായ ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങളോട് കരുണ കാട്ടി. ദൈവം അത്ഭുതം നടത്തി. 6 മാസം തികയുന്നതിന് ഒരാഴ്ച മുൻപ് അവർ 2 പേരും വന്ന് കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിക്കുകയും കുടുംബജീവിതം ഒന്നിച്ചു കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു. മകൻ്റെ വീട്ടുകാരും സഹകരിച്ചു. ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അപ്പോസ്തല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ കാലഘട്ടങ്ങളിൽ എത്രയോ കുടുംബ ബന്ധങ്ങളാണ് ഹൃദയം കൊണ്ട് അകന്ന്, ദാമ്പത്യ ബന്ധത്തിൽ തകർന്നുകൊണ്ട് ദൈവം യോജിപ്പിച്ച ജീവിതങ്ങൾ വേർപെട്ട് കഴിയുന്നു. എന്നാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള ദൈവവചനം അഭിഷേകമായി ഈ സഹോദര പ്രാർത്ഥന മുമ്പിൽ ഇറങ്ങി വരിക. നമുക്കറിയാം, മക്കളുടെ ദാമ്പത്യ ജീവിതം തകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ വേദന. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി ദൈവം ഇവരുടെ ആപത്തിൽ ഇവരെ താങ്ങി, ഇവരുടെ കരങ്ങൾക്ക് ബലം നൽകി, അത്ഭുതകരമായ സ്നേഹം കൊണ്ടും 2 കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തിലായി അവരൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി മാറിയ ഈ സാക്ഷ്യത്തെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കലും സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ദൈവം നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് വേണം. ശത്രുവേ സാത്താനെ തോൽപ്പിച്ച ലോകം മുഴുവൻ കൃപ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളിലെ ദൈവകൃപയോടെ പകർന്ന ദാമ്പത്യബന്ധങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഈ രാത്രി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ നന്മകൾക്ക് വേണ്ടി എല്ലാവരും യേശുവിന്റെ നാമത്തെ വിളിച്ചുകൊണ്ട് കൃപാനിധിയായ യേശുവിന്റെ മക്കളെ കരങ്ങളെ ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായ രോഗശാന്തികൾ, അത്ഭുതകരമായ മാനസാന്തരങ്ങൾ, അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഈ കൃപയുടെ രാത്രിയിൽ സംഭവിക്കട്ടെ. പരിശുദ്ധമായ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി പറയുന്നു, സംഭവിച്ചതായി നന്ദി പറയുന്നു, സംഭവിച്ചതായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നിന്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഈശോയെ, നീ വലിയവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന ഈ വിശ്വാസ വർദ്ധനവ്, ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കൃപയുടെ നിധിയായ നിന്നിൽ പരിഹാരമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്നേഹമുള്ളവരെ, കുറച്ച് സമയം നമ്മൾ ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.
നിങ്ങളിവിടെ ഇരിക്കുന്ന പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുംബങ്ങളിൽ ധാരാളം ദൈവമക്കൾ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ദൈവമക്കൾ ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഈ സുവിശേഷ ശുശ്രൂഷ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്നേഹത്തോടെ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കാമോ? നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ദൈവം തിരഞ്ഞെടുത്ത ഈ ശാലോം കൂട്ടായ്മ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. പ്രത്യേകമായും ശാലോമിൻ്റെ നേതൃത്വ നിരകളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? ഈ രാത്രിയിൽ ശാലോം മിനിസ്ട്രിയുടെ മേല് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ, ജോബിന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷണം കർത്താവ് കൊടുത്തതുപോലെ അത്ഭുതകരമായ ദൈവിക സംരക്ഷണം ശാലോം മിനിസ്ട്രിയുടെ മേൽ ഉണ്ടാകുവാൻ, എല്ലാ ശുശ്രൂഷകളുടെ മേൽ നിറയുവാൻ, എല്ലാ ശുശ്രൂഷകളുടെ മേൽ നിറയുവാൻ ഒന്ന് കരങ്ങളെടുത്ത് സ്തുതിക്കാമോ? ഹാലലൂയ, 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 ഹാലലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, 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 യേശുവേ. ഹാലലൂയ, 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 ഹാലലൂയ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശാലോമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ ശാലോമിനെ അനുഗ്രഹിക്കുന്നു. എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കുന്നു. നേതൃത്വ നിരയെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. കൊടുങ്കാറ്റും നീ, കൊടുങ്കാറ്റും നീ, പെരുമഴ പോലിവിടെ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ശാലോമിനെ വിശ്വാസത്തിൽ നിന്ന് കാണാമോ? അഗ്നി അഭിഷേകം തരട്ടെ. ദൈവത്തിന്റെ അഗ്നി ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളുടെ മേൽ നിറയട്ടെ. അഭിഷേകത്താൽ ശാലോം ഗ്രൂപ്പ് നിറയട്ടെ. സഭയ്ക്ക് വലിയൊരു കരുത്തായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം ശാലോം ടെലിവിഷൻ യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ശാലോം ടെലിവിഷന്റെ എല്ലാ പ്രോഗ്രാമുകളെയും യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഇതിനുവേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കാം. അമേരിക്കയിലായിരിക്കുന്ന ശാലോം വേൾഡിന് വേണ്ടി നമുക്ക്, ശാലോം വേൾഡ് ടെലിവിഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഓഫീസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ആസ്ട്രേലിയയിലെ സുവിശേഷ മുന്നേറ്റ പ്രവർത്തനങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കാം. UK യിലെ, യൂറോപ്പിലെ വത്തിക്കാനുള്ള ഓഫീസ് സംവിധാനങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, കാനഡയിലെ സംവിധാനങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കാം. ഇവിടെ എല്ലാം ആഗോള മേഖലകളിൽ ലോകവ്യാപകമായ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരും ഈ രാത്രിയിൽ അഭിഷേകം പ്രാപിക്കട്ടെ. ശാലോമിന്റെ മേൽ ദൈവത്തിന്റെ കൃപ നിറയട്ടെ. എല്ലാ പൊതു ശുശ്രൂഷകളുടെ മേൽ നിറയട്ടെ. ധ്യാന ശുശ്രൂഷകളുടെ മേൽ നിറയട്ടെ. കൺവെൻഷനുകളിൽ നിറയട്ടെ. അഭിഷേകം കൊണ്ട് നിറയട്ടെ. എല്ലാ ശാലോം ടെലിവിഷന്റെ പ്രോഗ്രാമുകളും അഭിഷേകമുള്ളതായി മാറട്ടെ. ഈ 19-ൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരും അഭിഷേകം പ്രാപിക്കട്ടെ. ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും അവർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ശാലോമിനെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന 70,000-ഓളം വരുന്ന ശാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശാലോമിനെ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. വലതുകരമുയർത്തി ശാലോമിന്റെ എല്ലാ പീസ് ഫെലോഷിപ്പ് അംഗങ്ങളെ സമർപ്പിച്ച് ശാലോമിന്റെ എല്ലാ വിതരണ മേഖലകളെയും നമ്മൾ സമർപ്പിക്കുകയാണ്. സൗജന്യമായിട്ട് ശാലോം ടെലിവിഷൻ വിതരണം ചെയ്യാൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കേബിൾ സംവിധാനങ്ങളെയും, DTH സംവിധാനങ്ങളെയും, എല്ലാ വിതരണ സംവിധാനങ്ങളെയും യേശുവിന്റെ പക്കലേക്ക് കൊടുക്കാം. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം.
ഷാലോം ടെലിവിഷന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും യേശുവിന്റെ കരങ്ങളെ കൊടുക്കാം. സാമ്പത്തികമായും പ്രാർത്ഥന വഴിയും സഹായിക്കുന്നവരെ സമർപ്പിക്കാം. ദൈവകൃപകൾ കൊണ്ട് നിറയട്ടെ. ഷാലോമിന്റെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നേതൃത്വം നൽകുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി ഷാലോം മിനിസ്ട്രിക്ക് മേൽ നിറയട്ടെ. സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. യൂറോപ്പിലെ സഭയെ ഉയർത്തുവാൻ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആഗോള സഭയ്ക്ക് ഒരു കരുത്തായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ആഗോള സഭ മുഴുവനെയും ആത്മാവിൽ ഉണർത്തുവാൻ, വചനം കൊടുക്കുവാൻ ഷാലോം മിനിസ്ട്രിയുടെ മേൽ സ്വർഗ്ഗത്തിന്റെ തീ ഇറങ്ങട്ടെ, അഗ്നി ഇറങ്ങട്ടെ. അഭിഷേകം വരട്ടെ, നേതൃത്വം വരട്ടെ. സമർപ്പിക്കാം. ഷാലോം ടൈംസിനെ ഈ രാത്രി നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. തമിഴ് മാസികയെ ഉയർത്തി പ്രാർത്ഥിക്കാം. സൺഡേ ഷാലോമിനെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഷാലോമിന്റെ ഇംഗ്ലീഷ് പതിപ്പിന് മാസിക യേശുവിന്റെ കരങ്ങളെ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ഏജന്റുമാരെയും യേശുവിന്റെ കരങ്ങളെ കൊടുക്കാം. തളർന്നു കിടക്കുന്ന രോഗികൾ ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ബദ്ധത മിനിസ്ട്രിയിൽ തങ്ങളുടെ സഹനങ്ങൾ ഷാലോമിന് വേണ്ടി സമർപ്പിച്ച് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കിടപ്പ് രോഗികള് ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഈ രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഷാലോമിന്റെ എല്ലാ സംവിധാനങ്ങളെയും, മധ്യസ്ഥ പ്രാർത്ഥന മിനിസ്ട്രി, എല്ലാ പ്രോഗ്രാം, സോഫിയ ബുക്സിന് യേശുവിന്റെ കരങ്ങളെ കൊടുക്കാം. എല്ലാ പുതിയതായിട്ട് തുടങ്ങുന്ന ധ്യാന സെന്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റൽ മിനിസ്ട്രി ദൈവകരങ്ങളെ കൊടുക്കാം. ദൈവം വാഗ്ദാനം ചെയ്ത സകല ശുശ്രൂഷകളും എത്രയും വേഗം ആരംഭിക്കുവാൻ, ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ ഷാലോമിന്റെ എല്ലാ സംവിധാനങ്ങളെയും ഈ രാത്രിയിൽ രണ്ട് കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാമോ? രണ്ട് കരങ്ങളിലും കുടുംബങ്ങളിലായിരിക്കുന്നവര് ദയവായി കണ്ണുകൾ അടച്ചുകൊണ്ട് ഷാലോം ടെലിവിഷനോട് ചേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ഷാലോം ശുശ്രൂഷകള് ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ തക്ക തരത്തില്, സൗഖ്യം വെളിപ്പെടുത്തുവാൻ തക്ക തരത്തില്, അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടുവാൻ കർത്താവിന്റെ ശക്തി ഷാലോം ശുശ്രൂഷകളെ പരിവർത്തിക്കട്ടെ. ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തിയെ പരിമിതപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ സഭയെ ശക്തിപ്പെടുത്തുവാൻ, കർത്താവിന്റെ സഭയെ ബലപ്പെടുത്തുവാൻ ഈ മിനിസ്ട്രിയെ വീണ്ടും ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ബലം ഞങ്ങൾ ചോദിക്കുന്നു. ഷാലോം നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെലിവിഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസിദ്ധീകരണങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിതരണ സംവിധാനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിച്ച്, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബരംബലി. അന്ധകാര പീഡകള് ഷാലോമിനെതിരെ പ്രബലപ്പെടുന്ന അന്ധകാര പീഡകള്, തിന്മയുടെ കോട്ടകള്, അന്ധകാര പ്രഭുത്വങ്ങള് യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടട്ടെ. തിന്മയുടെ കോട്ടകള് യേശുവിന്റെ നാമത്തിൽ പരാജയപ്പെടട്ടെ. ദൈവശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. എഫാത്ത, എഫാത്ത, എഫാത്ത. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. പരസ്പരം സമാധാനം ആശംസിക്കാം.